കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ച വലിയ ദയക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉപവസിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ദൈവം ബലം നൽകി സഹായിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും ഓരോ തീം ഉണ്ടായിരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുമെന്നുള്ളതായ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവവചനം അപഗ്രഥിച്ചപ്പോൾ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവാസം അല്ല പുതിയ നിയമത്തിന്റെ ഉപവാസം എന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കിയവരാണ്. വിഷയങ്ങളൊക്കെ കർത്താവ് നമുക്ക് നൽകി തരും. നാം ദൈവസന്നിധാനത്തിൽ ക്രമീകരണം പ്രാപിക്കേണ്ടതുപോലെ ക്രമീകരണം പ്രാപിച്ചാൽ നിത്യതയിൽ കർത്താവിനോട് ചേരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് തക്ക സമയത്ത് നമുക്ക് നൽകി തരും. നാം ദൈവസന്നിധിയിൽ അടുത്താൽ മാത്രം മതി. അടുക്കേണ്ടതിന് വേണ്ടിയാണ് നാം ഉപവാസത്തോടെ ആയിരിക്കും. ഇപ്രാവശ്യത്തെ നമ്മുടെ ഉപവാസത്തിന്റെ തീം ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞു, അത് മറന്നു പോകരുത്. ആത്മീയമായി ആരോഗ്യമുള്ളവരായി. കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. കർത്താവ് ഇതുവരെ വന്നില്ല, ഇനിയും കർത്താവ് വരുമ്പോൾ നാം ആരോഗ്യമുള്ളവരായിരിക്കണം. പറന്നു പോകണമെങ്കിൽ ആരോഗ്യം വേണം. കർത്താവ് കയ്യിലെടുത്തോണ്ട് പോകാനല്ല വരുന്നത്. സ്വതന്ത്രം പറഞ്ഞില്ല, കയ്യിലെടുത്തോണ്ട് പോകാനല്ല, രോഗികളെ കൊണ്ടുപോകുന്ന സ്ട്രെച്ചറെ കൊണ്ടുപോകാനല്ല വരുന്നത്. മധ്യാകാശത്തിൽ വന്ന് ഇവിടെ കയറി വരിക എന്നുള്ളതായ ശബ്ദം കേൾക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് പറന്നു പോകേണ്ടവരാണ്. ആത്മീയമായ ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് പറക്കാൻ കഴിയത്തുള്ളൂ. ഇന്ധനം നിറച്ച് അതിന്റെ പൂർണ്ണമായ രീതിയിൽ കാര്യക്ഷമതയുള്ളതായ ഒരു റോക്കറ്റിന് മാത്രമേ ഉയരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ധനം നിറച്ച് കാര്യക്ഷമമായ എഞ്ചിനോട് കൂടിയതായ ഒരു ഫ്ലൈറ്റിന് മാത്രമേ പൊങ്ങുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നാം ആരോഗ്യമുള്ളവരായിരിക്കണം. ജിമ്മിലൊന്നും ആരും പോകേണ്ട കാര്യമില്ല. ജിമ്മിന്റെ ആരോഗ്യമൊന്നും ഇവിടെ വിഷയമല്ല. സ്തോത്രം. ജിമ്മിലൊക്കെ പോകുന്നവരാരെങ്കിലും ഉണ്ടോ? ശരീരാഭ്യാസം അല്പം പ്രയോജനം എന്നുള്ളതാണ്. പ്രയോജനമൊന്നും ഇല്ലാത്തതാണെന്നാണ് അർത്ഥം. അല്പം പ്രയോജനം ഉണ്ടാകും. ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആരും പോകുന്ന എനിക്ക് എതിരില്ല, പക്ഷെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ദൈവം നമ്മൾ പഠിപ്പിക്കുന്നത്. സ്തോത്രം. കർത്താവിനോട് അടുത്തു വന്നാൽ നമ്മുടെ ആത്മീകമായ പുഷ്ടിയുള്ളവരായി തീരും. ആത്മീകമായ പുഷ്ടി മതി നമ്മുടെ ശരീരത്തിലുള്ളതായ പുഷ്ടി. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ആത്മീകമായി ആരോഗ്യമുള്ളവരായിരിക്കും. ആരോഗ്യമുള്ളതായ ശരീരത്തിൽ എന്ത് കാണത്തില്ല? രോഗം കാണത്തില്ല. രോഗമില്ലാത്തത് ശരീരമാണ് ആരോഗ്യമുള്ള ശരീരം. സാഹോദരൻ പ്രാർത്ഥിച്ചപ്പോ ഒരു വാക്യം പറഞ്ഞായിട്ട് എനിക്ക് വാക്യം പറഞ്ഞ എല്ലാം ശ്രദ്ധിച്ചു കാണും. ആത്മീകമായ രോഗങ്ങളെ മാറ്റണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത്. നിശ്ചയമായും കർത്താവ് നമ്മളെ രോഗങ്ങൾ മാറ്റുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ രോഗം ഉണ്ടെന്നുള്ള കാര്യം നാം ഡോക്ടറോട് പറയണം. നാം ഒരിക്കലും ഡോക്ടറിന് മുമ്പിൽ ചെന്നിട്ട് ഇരുന്ന് കൊടുത്തിട്ട് പറയാറില്ല, ഡോക്ടറെ എന്റെ രോഗം എന്താണെന്നുള്ളത് ഡോക്ടർ പറയണമെന്ന് നമ്മൾ ഒരു ഡോക്ടറടുത്തും പറയാറില്ല. പറയാറുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിന്റെ ആ ബലഹീനത, അതിന്റെ ക്ഷീണം, നമ്മുടെ രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ നാം ഡോക്ടറോട് പറയുമ്പോഴാണ് ഡോക്ടർ അതിനു വേണ്ടിയുള്ളതായ ചികിത്സാക്രമം നിശ്ചയിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയവനായ ഡോക്ടറിന്റെ മുമ്പാകെ നമ്മൾ ഇരിക്കുകയല്ല. ഉപവാസം ഒരു ഇളക്കപ്പെരുപ്പത്തിന്റെ ഉപവാസം അല്ല. നമ്മുടെ ഉപവാസങ്ങൾ ദൈവസന്നിധാനത്തിൽ ക്രമീകരണം പ്രാപിച്ച് ദൈവം തരുന്നതായ ആ വിടുതൽ ഏറ്റെടുക്കുവാനാണ് നമ്മൾ കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ തന്നെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ഹെൽത്ത് അവയർനെസ് ക്യാമ്പിലേക്ക് കടന്നു പോകുന്നതിരിക്കട്ടെ. അപ്പൊ അവിടെ നിൽക്കുന്നതായ വ്യക്തി രോഗങ്ങളുടെ ചില ലക്ഷണങ്ങളെ വിളിച്ചു പറയുകയാണ്. വിളിച്ചു പറയുമ്പോൾ ഇരിക്കുന്നതായ നാം എന്താ ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് മത്തായിച്ചിരിക്കുക, ഇടതുവശത്ത് മത്തായിച്ചിരിക്കുകയാണ്, വലതുവശത്ത് ലൂക്കോച്ചിരിക്കുകയാണ്. രോഗലക്ഷണം വിളിച്ചു പറയുമ്പോ നമ്മൾ ഒരിക്കലും മത്തായിച്ചനോട് പറയാറില്ല, മത്തായിച്ചന് ആ രോഗലക്ഷണം ഉണ്ട് എന്ന് നമ്മൾ വിളിച്ചു പറയാറില്ല. നമ്മൾ ചിന്തിക്കാറില്ല. ലൂക്കോച്ചിന് ആ രോഗലക്ഷണം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വിധിക്കാറില്ല. ശരീരത്തിലൊരു മുഴയുള്ളവർ ഒന്ന് കൈവെക്കാനായിട്ട് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഡൗട്ടുള്ളതായ സമയങ്ങളിലൊക്കെ നമ്മളൊന്ന് ഞെക്കി നോക്കും, മുഴ വല്ല ഉണ്ടോ എന്ന് നമ്മൾ ഞെക്കി നോക്കും. അടുത്തിരിക്കുന്ന ലൂക്കോച്ചിന്റെ കാലയിലും കയ്യിൽ നമ്മൾ ഞെക്കാൻ പോകത്തില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞു? നമ്മൾ നമ്മെ തന്നെ ഒന്ന് ഞെക്കി നോക്കുക. എന്തിനാണെന്നറിയാമോ? ശരീരത്തിൽ എവിടെയെങ്കിലും മുഴയുണ്ടോ എന്ന് അറിയാൻ. മുഴ ഉണ്ടെങ്കിലേ നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് എന്താ പറയാൻ പറ്റത്തുള്ളൂ? എനിക്ക് ശരീരത്തിൽ ഇന്ന ക്ലേശമുണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ആത്മീക രോഗത്തിന്റെ ലക്ഷണങ്ങൾ നാം ദൈവവചനത്തിൽ ചിന്തിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളിനെ ഞെക്കാനായിട്ട് പോകരുത്. നമ്മെ തന്നെ ഒന്ന് ഞെക്കി നോക്കാം. സ്വത്രം പ്രൈസല്ലോ. നമ്മെ തന്നെ ഒന്ന് ഞെക്കി നോക്കിയിട്ട് രോഗലക്ഷണം ഉണ്ടെങ്കിൽ ആ രോഗലക്ഷണം അത് മാറ്റുവാനായി നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ അഭയം പ്രാപിക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ചില
ആത്മീക രോഗങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് ക്ലാസ് എന്ന് മാത്രം കരുതിക്കൊണ്ടാൽ മതി. എന്റെ ആത്മീക ശരീരത്തിൽ ഞാൻ അറിയാത്തതായ, ഞാൻ അറിയുന്നതായ ഏതെങ്കിലും രോഗലക്ഷണം ഉണ്ടോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതിനും ആ രോഗലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കേണ്ടതിനും വേണ്ടി നാം ശ്രദ്ധയോടെ ആയിരിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നമുക്ക് ഒരു നിമിഷമായിരിക്കാം. നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കേണ്ടതിന് തമാശ ഒന്നും പറഞ്ഞ് രസിപ്പിക്കാൻ ഞാൻ ആളല്ല. എനിക്കത് വളരെ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക എന്നുള്ളത്. ദൈവവചനം അതിൻ്റെതായ ഗൗരവത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. രോഗിയുടെ മുമ്പിൽ ഡോക്ടർ ചെല്ലുമ്പോൾ തമാശ പറഞ്ഞെന്നും ആ ഡോക്ടർ പറയാറില്ല. വളരെ ഗൗരവമായിട്ട് മാത്രമേ ഡോക്ടർമാർ സംസാരിക്കൂ. രോഗിയും വളരെ ഗൗരവമായിട്ട് തന്നെ ഇരിക്കും. കാരണം അത് അവന്റെ ശരീരത്തെ സംബന്ധിക്കുന്ന, പ്രാണനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം ദൈവസന്നിധാനത്തിൽ അല്പം ഗൗരവത്തോടെ ഇരിക്കണം, അല്പം സീരിയസ് ആയിട്ടിരിക്കണം. പ്രൈസല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം പിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല, അത് മനസ്സിലാക്കുവാനുള്ളതായ ലാഘവത്തോടുകൂടെ ഇരിക്കുന്നത് നന്നായിരിക്കും. യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ഇപ്രകാരം യാക്കോബ് നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകണമെന്നുള്ളതാണ്. ഒന്നിലും കുറവില്ലാതെ. ആത്മീക ശരീരം നമുക്ക് തന്നിട്ടുണ്ട്, ഒരു സ്പിരിച്വൽ ബോഡി ഉണ്ട്. ഫിസിക്കൽ ബോഡി പോലെ തന്നെ ഒരു സ്പിരിച്വൽ ബോഡി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആത്മീക ശരീരത്തിൽ രോഗം കടന്നു വരുവാൻ ഇടയായി തീരുന്നതായ സകലതും മാറ്റിക്കളഞ്ഞ്, രോഗമുണ്ടെങ്കിൽ മാറ്റിക്കളഞ്ഞ്, രോഗം വരുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ പഴുതുകൾ അടച്ച് ആരോഗ്യമുള്ളവരായിരിക്കാൻ, തികഞ്ഞവരായിരിക്കാൻ, സമ്പൂർണരായിരിക്കാൻ, കുറവില്ലാത്തവരായിരിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഈ രോഗങ്ങളെ കാണുവാനായിട്ടേ കഴിയും. വേദപുസ്തകം പഠിച്ചാൽ 18 വിധത്തിലുള്ളതായ രോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ടേ കഴിയും. 18 വിധത്തിലുള്ളതായ രോഗങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. 18 വിധത്തിലുള്ളതായ രോഗങ്ങളെ നമുക്ക് കാണുവാനായിട്ടേ കഴിയും. അതിൽ തന്നെ ഞാനൊരു പ്രത്യേക വിഭാഗത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുക്കുമ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്തതായ ഒരു പ്രമാണമുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ലേവ്യ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 16 മുതൽ 20 വരെയുള്ളതായ വാക്യം നമുക്ക് വായിക്കാം. പിന്നെയും മോശ നീ അഹരോനോട് ഇപ്രകാരം പറയണം, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിക്കുവാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തിനും അടുത്തു വന്നുകൂടാ. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ എന്നിങ്ങനെയുള്ളവരുമല്ലത്. മതി. നമ്മൾ ആ 4 വാക്യം വായിച്ചപ്പോൾ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി കാണും. യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്തതായ പ്രമാണങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാൻ വരേണ്ടതിന് വേണ്ടി വേർതിരിച്ചതായ ജനത്തോട് ദൂത് പറയുകയാണ്. അവരുടെ മധ്യത്തിൽ ചില പ്രത്യേക വ്യക്തികൾ എന്റെ ആലയത്തിൽ ഭോജനം അർപ്പിക്കുവാൻ അടുത്തു വരരുത്. ആലയത്തിൽ യാഗം കഴിക്കുവാൻ അടുത്തു വരരുത്. 12 ഗോത്രങ്ങൾ ഉള്ളതിൽ എല്ലാവർക്കുമുള്ള ദൂതല്ല ഇത്. എല്ലാവർക്കും ഉള്ള ദൂതല്ല. പിന്നെ ആർക്ക് വേണ്ടിയുള്ളതാണ്? അതിന്റെ നമ്മൾ വായിച്ചതായ 16-ാമത്തെ വാക്യത്തിൽ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ സന്തതിയിൽ, അഹരോന്റെ സന്തതിയിൽ. അപ്പൊ അഹരോൻ ആരാണ്? അഹരോൻ ദൈവസന്നിധാനത്തിൽ യാഗമർപ്പിക്കുവാൻ നിയമിതനായ മഹാപുരോഹിതനാണ്. നിന്റെ സന്തതി എന്ന് പറയുമ്പോൾ പുരോഹിതന്റെ സന്തതി പുരോഹിതനാണ്. അതാണ് പഴയ നിയമത്തിന്റെ പ്രമാണം. അപ്പോ നിന്റെ സന്തതി എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരായി നിയമിക്കപ്പെട്ടിരിക്കുന്നതായ പ്രിയപ്പെട്ടവർക്കുള്ളതായ ഉപദേശമാണ് അടുത്തത്. അപ്പൊ ചോദിക്കും, പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ, നമുക്കെന്താ അതിനകത്ത് പങ്ക് എന്ന് ചോദിക്കും. പങ്കുണ്ടോ? പത്രോസ് എന്താ പറയുന്നതെന്ന് അറിയാമോ? പത്രോസ് പറയുന്നത് വായിക്കാൻ നമുക്ക് പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. സൽഗുണങ്ങളെ
ഘോഷിപ്പാൻ ശ്രദ്ധിക്കണമേ, തിരഞ്ഞെടുക്കപ്പെട്ടതായ ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. അപ്പൊ നമ്മൾ ആരാണ്? നിങ്ങളോ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഭൂലോകത്തിന്റെ നാനാഭാഗത്തും ചിതറിക്കിടക്കുന്നതായ വൃതന്മാർക്ക് വേണ്ടി എഴുതുന്നതായ ലേഖനമാണത്. വൃതന്മാരെന്ന് പറഞ്ഞാൽ വ്രതം അനുഷ്ഠിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണം അനുഷ്ഠിക്കുന്നവരാണ് വൃതന്മാർ. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ പ്രമാണത്തിന്റെ കീഴിൽ വന്നവരാണ്. സ്തോത്രം. സ്വന്തം പ്രമാണമല്ല, ലോകം നിശ്ചയിച്ച പ്രമാണമല്ല, ബുദ്ധിയുടെ പ്രമാണമല്ല, ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ, ദൈവം തന്നിരിക്കുന്നതായ പ്രമാണത്തിന്റെ കീഴിൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടതായ വൃതന്മാരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ആ നിങ്ങളോ എന്നുള്ളതായ പദപ്രയോഗത്തിൽ നമ്മൾ ഓരോരുത്തരും അടങ്ങിയിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ പദവി എന്ന് പറയുന്നത് രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. അപ്പൊ ആ ദൂത് ആർക്ക് വേണ്ടിയുള്ളതാണ്? നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ പറയും, പഴയ നിയമത്തിന്റെ പ്രമാണമല്ലേ, പുതിയ നിയമത്തിൽ നമുക്കതിന് അതനുസരിക്കാൻ പ്രമാണമുണ്ടോ? ഈ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും നിഴലാണ്. ഞാനത് പുതിയ നിയമത്തിലേക്ക് അതിന്റെ പൊരുൾ തിരിക്കുവാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ്. കർത്താവിന്റെ പാദത്തിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവ് പ്രകാശിപ്പിച്ചതായ ഒരു വിഷയമാണ് നാം ആത്മീയമായ ആരോഗ്യമുള്ളവരായിരിക്കണമെന്ന്. ഞാൻ വളരെ മുമ്പ് തന്നെ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതായി ഒരു നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. സമയമുള്ളപ്പോൾ ആത്മീയ രോഗങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന്. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്നെ ഹേമിച്ചത് കൊണ്ടാണ് ഞാൻ ആ വിഷയം തന്നെ എടുക്കുവാനായിട്ട്, ആ വിഷയം തന്നെ പറയുവാനായിട്ട് ഞാൻ സമയമെടുത്തത്. അവയർനെസ് ക്ലാസിന് വേണ്ടി തന്നതായ അറിവിനൊത്തവണ്ണം ഹല്ലേലൂയ ദൈവസന്നിധാനത്തിൽ ആ വിഷയങ്ങളെ നമുക്ക് ഒന്നിച്ച് പങ്കിടുവാനായിട്ട് ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു പ്രസംഗമായിട്ട് കണക്കാക്കേണ്ട, ഒരു അവയർനെസ് ക്ലാസ് ആയി മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി. അപ്പോ പുരോഹിതന്മാർക്ക് കൊടുക്കുന്നതായ പ്രമാണമാണ് അഹരോനോട് പറഞ്ഞത്, നിന്റെ സന്തതി ഈ വണ്ണമായിരിക്കണം. നിന്റെ സന്തതിയിൽ ആരെങ്കിലും ഈ പറയുന്നതായ വിഷയത്തിനകത്തേക്ക് വന്നാൽ നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനമർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. ഞാൻ പറഞ്ഞല്ലോ, 18 വിധ രോഗങ്ങളിൽ എല്ലാ രോഗങ്ങളും ഇക്കൂട്ടത്തിൽ പെടുന്നില്ല. ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ തടസ്സമായി നിൽക്കുന്നതായ ഏതാണ്ട് 12 കൂട്ടം രോഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നത്. സ്തോത്രം. ഈ രോഗങ്ങളെ 12 കൂട്ടം രോഗങ്ങളെ കുറിച്ച് പറയുവാൻ എന്റെ മുമ്പിൽ സമയമില്ല. സമയമുള്ളിടത്തോളം അല്പം വേഗതയിലൊന്ന് പോകുവാനായിട്ട് ഞാൻ ശ്രമിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് പറയുന്നതായ ആ ഒന്നാമത്തെ രോഗം ഏതാണെന്ന് നോക്കാം. അതിന്റെ 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. ഒന്നാമത്തെ രോഗം കുരുടൻ അടുത്തു വരരുത്. സ്തോത്രം. കുരുടൻ യഹോവയായ ദൈവത്തിന്റെ ഭോജനം കഴിപ്പാൻ അടുത്തു വരരുത്. അവന് വേണമെങ്കിൽ പ്രമാണം കൊടുക്കുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും, അവരെ ഭോജനം അർപ്പിക്കരുത്. പക്ഷേ അവർ ദൈവത്തിന്റെ സന്നിധാനത്തിലെ ഭോജനം അവർക്ക് ഭക്ഷിക്കാം. അവരർപ്പിക്കാൻ പാടില്ല, അവർക്ക് ഭക്ഷിക്കാം. ആരാധന അർപ്പിക്കാൻ പാടില്ല, പക്ഷേ ആ ആരാധനയിൽ നിന്ന് ലഭിക്കുന്നതായ നന്മകൾ അവർക്ക് കൂടെ പങ്കുവെക്കാമെന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ രോഗം കുരുടനാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾ അക്ഷരത്തിന്റെ പ്രമാണമാണ്. അത് ശരീരത്തെ ബാധിക്കുന്ന വിഷയമാണ്. ശരീരത്തെ ബാധിക്കുന്നതായ പ്രമാണമാണ് പഴയ നിയമത്തിന്റെ പ്രമാണം. പഴയ നിയമത്തിന്റെ പ്രമാണങ്ങളിൽ ഒന്നുപോലും മാറ്റപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം. കൽപ്പനകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, വിശുദ്ധിയുടെ പ്രമാണത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. എന്നാൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ അക്ഷരത്തിന്റെ പ്രമാണത്തിന് പകരം ശരീരത്തെ സംബന്ധിക്കുന്നതായ പ്രമാണത്തിന് പകരം അത് ആത്മാവിനെ സംബന്ധിക്കുന്നതായ പ്രമാണമായി മാറ്റപ്പെടുകയാണ്. കർത്താവിന്റെ പർവ്വത പ്രസംഗത്തിൽ നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യഹൂദന്മാരോട് പറഞ്ഞതായ അനേക കാര്യ പ്രാർത്ഥന, ഉപവാസം, അതുപോലെയുള്ളതായ കാര്യങ്ങളെല്ലാം കർത്താവ്
പുറമേ ഉള്ളതായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. പാപത്തെ സംബന്ധിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച് വരുമ്പോൾ അത് അകത്തേക്ക് ഇറങ്ങി ആത്മാവിനെ സംബന്ധിക്കുന്നതായ വിഷയങ്ങളായി മാറ്റപ്പെടുകയാണ്. അപ്പൊ പഴയ നിയമത്തിൽ ശരീരത്തോട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നാം പുതിയ നിയമത്തിൽ ആത്മാവിനോടുള്ളതായ ബന്ധത്തിൽ ആത്മപ്രമാണത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഉള്ളങ്ങളെ സംബന്ധിക്കുന്ന വിഷയമായിട്ട് അത് എടുക്കണം. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കുരുടന്റെ ലക്ഷണം എന്താണ്? അവന് കണ്ണ് കാണാൻ കഴിയാത്തതാണ് അവന്റെ ലക്ഷണം. കാണാൻ കഴിയത്തില്ല. അവൻ നടക്കുന്നത് തപ്പിത്തപ്പിയാ നടക്കുന്നത്. അവന് വഴിയറിയത്തില്ല. അവന് പ്രകാശം കണ്ടാൽ മനസ്സിലാകത്തില്ല. കാരണം പ്രകാശം കാണുവാനുള്ളതായ കഴിവില്ല. അവന്റെ കണ്ണിന് കാഴ്ചയില്ല. അടുത്തുള്ളതും കാണാൻ വയ്യ, ദൂരെയുള്ളതും കാണാൻ വയ്യ. അവന്റെ കണ്ണ് എപ്പോഴും ഇരുട്ടിലാണ്. ഇരുട്ടിലാണ്. അവൻ എപ്പോഴും നടക്കുന്നതായാലും ഇരിക്കുന്നതായാലും അവൻ കിടക്കുന്നതായാലും അവന്റെ പ്രവൃത്തി എല്ലാം ഇരുട്ടിലാണ്. അവന്റെ പ്രവൃത്തി പ്രൈസല്ലോ. അവന്റെ സന്തത സഹചാരി എന്ന് പറയുന്നത് ഇരുട്ടാണ്. പുതിയ നിയമത്തിൽ ഇരുട്ടെന്തിനെ കാണിക്കുകയാണ്? പാപത്തെ കാണിക്കുകയാണ്. പാപത്തിൽ ജീവിക്കുന്ന, പാപത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, പാപത്തോട് ചേർന്ന് ചിന്തിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, അവരാരാണ്? കുരുടന്മാരാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുവിന്റെ അടുക്കലേക്ക് ഒന്നല്ല രണ്ടല്ല അനേക കുരുടന്മാർ കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബുദ്ധിയുമായി വഴികരികയിരുന്ന 2 കുരുടന്മാർ, അത് ദേവാലയത്തിലെ കുരുടൻ, പ്രൈസലോ, അങ്ങനെ തുടങ്ങി ഒത്തിരി കുരുടന്മാരെ കർത്താവിന്റെ അടുക്കലേക്ക് അവരായിട്ടും അത് മറ്റുള്ളവർ കൊണ്ടുവന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇവരെ ആരെയും കർത്താവ് കുരുട എന്ന് വിളിച്ചിട്ടില്ല. കർത്താവിന്റെ അടുക്കലേക്ക് അന്ധനായ ഒരു മനുഷ്യൻ വന്നാൽ അവന്റെ മുഖത്ത് നോക്കി കർത്താവ് അവനെ കുരുട എന്ന് വിളിച്ചിട്ടില്ല. പ്രൈസല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവ് കുരുട എന്ന് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കർത്താവ് അനേകം പ്രാവശ്യം കുരുട എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ കർത്താവ് കുരുടന്മാരെന്ന് വിളിക്കാതെ മറ്റുള്ളവരെ കുരുടന്മാരെന്ന് വിളിച്ചതിന്റെ രഹസ്യം എന്താണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് പഴയ നിയമത്തിന്റെ പ്രമാണം പുതിയ നിയമത്തിന്റെ ആത്മീയ പ്രമാണമായി മാറ്റപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ ശരീരത്തിന്റെ കണ്ണ് അടഞ്ഞിരിക്കുന്നതായ മനുഷ്യനെ നോക്കി മറ്റുള്ളവർ കുരുട എന്ന് വിളിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ശരീരത്തിന്റെ കണ്ണടഞ്ഞിരിക്കുന്നതായ വ്യക്തികൾ കർത്താവിന്റെ മുമ്പാകെ കടന്നു വരുമ്പോൾ കർത്താവ് അവരെ കുരുട എന്ന് വിളിക്കുന്നില്ല. പിന്നെയോ കർത്താവ് തന്റെ ശുശ്രൂഷ അവരുടെ മേൽ നിവർത്തിച്ച് വിടുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷ എന്താണ്? വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാണ്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ. അവിടെ ശ്രദ്ധിക്കണം. കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കാൻ അല്ല അവിടുത്തെ ശുശ്രൂഷ. കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിപ്പാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. ശാരീരികമായ കാഴ്ചയല്ല അവിടുത്തെ വിഷയം. കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് കുരുടന്മാർക്ക് എന്ത് ചെയ്യണം? കാഴ്ച പ്രസംഗിക്കണം. കണ്ണ് കാണാൻ വയ്യാത്തവനോട് 3 മണിക്കൂർ അല്ല 30 മണിക്കൂർ പ്രസംഗിച്ചാൽ അവന് കാഴ്ച കിട്ടുമോ? ഇല്ല. അവന് കണ്ണിന് വേണ്ടിയതായ ആ റെമഡി ചെയ്യാതെ അവന് കാഴ്ച കിട്ടത്തില്ല. എന്നാൽ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കേണ്ടതിന്, കാഴ്ച പ്രസംഗിക്കേണ്ടതിനാണ് അവൻ എന്നെ അയച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രസംഗം കേൾക്കുന്നത് എവിടെയാണ്? ചിന്താമണ്ഡലത്തിലാണ് പ്രസംഗം ക്രിയ ചെയ്യേണ്ടത്, അഥവാ ഉള്ളത്തിലാണ് ക്രിയ ചെയ്യേണ്ടത്. ഉള്ളത്തിന്റെ അന്ധതയാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഉള്ളത്തിന്റെ അന്ധത കർത്താവ് മാറ്റുവാൻ കർത്താവിന്റെ വചനം ആഴമായി കടന്നു ചെല്ലുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുന്നതായ ദൈവത്തിന്റെ ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിന്റെ അന്ധതയുണ്ടല്ലോ, ആ ഹൃദയത്തിന്റെ അന്ധത മാറ്റുവാൻ ദൈവത്തിന്റെ വചനം അതിന് ശക്തിയോടെ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളം പ്രകാശിക്കുകയോ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിപ്പാൻ ഇടയായിട്ട് തീരും. ദൈവികമായ മനോഹരമായ കാഴ്ചകൾ ദൈവവചനത്തിന്റെ ഉള്ളറകളിൽ നിന്ന് നമുക്ക് ദർശിപ്പാൻ ഇടയായിട്ട് തീരും. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുന്നതായ ദിവസങ്ങളായി മാറ്റപ്പെടുവാൻ ഇടയായി തീരട്ടെ. ഒന്നാമത്തെ രോഗം അന്ധതയാണ്, കുരുടനാണ്. പുതിയ നിയമത്തിലെ കുരുട എന്താണ് അത് ചിന്തിക്കണ്ടേ? നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. കണ്ണ് കാണാൻ വയ്യാത്തവരെ കർത്താവിന്റെ മുമ്പാകെ കൊണ്ടുവന്നപ്പോൾ
നോക്കിയപ്പോൾ കർത്താവ് അവനെ കുരുടായി എന്ന് വിളിച്ചില്ല. പക്ഷേ കണ്ണ് കാണുന്നു എന്ന് അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നതായി ഒരു കൂട്ടരെ നോക്കി കർത്താവ് തുടരെ തുടരെ വിളിക്കുന്നത് കാണുവാൻ കഴിയും. നിങ്ങൾ കുരുടന്മാരാണ്, കുരുടന്മാരാണ്. ആരെയാ വിളിച്ചെന്നറിയാമോ? സമൂഹത്തിൽ മേലെ സ്ഥാനത്ത് എണ്ണപ്പെട്ടിരുന്നതായ പരീശന്മാരെയും ശാസ്ത്രിമാരെയും സദൂക്യന്മാരെയും നോക്കിയിട്ട് കർത്താവ് അവരോട് മുഖത്ത് നോക്കി അവരെ വിളിക്കുകയാണ്, നിങ്ങൾ കുരുടന്മാരത്രേ. പ്രൈസലോ. വായിക്കാൻ നമുക്ക് 1-2 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 16-ാമത്തെ വാക്യം. പുതിയ നിയമത്തിൽ എന്താണ് കുരുട, എന്താണ് അന്ധത എന്നുള്ള കാര്യം നാം മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്ന് പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ആരോടാ പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രിമാരോടും പരീശന്മാരോടും കർത്താവ് പറയുന്നതായ ദൂത. നിങ്ങൾ തിരുവചനത്തെ മനസ്സിലാക്കിയിരിക്കെ തന്നെ തിരുവചനത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം കോട്ടിക്കളയുവാനായിട്ട് തിരുവചനത്തിൽ മായം ചേർക്കുന്നതായ നിങ്ങൾ ആരാണ്? കുരുടന്മാരായ വഴികാട്ടികളാണ്. പുതിയ നിയമത്തിലെ അന്ധത എന്താണെന്നറിയാമോ? തിരുവചനത്തിൽ ദൈവത്തിന്റെ പ്രമാണം നന്നായി തന്നിരിക്കുമ്പോൾ ആ പ്രമാണം അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രമാണത്തെ വളച്ചൊടിച്ചുകൊണ്ട് സ്വന്തം ഹിതത്തിനു വേണ്ടി അത് മുൻനിരയിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നവരെ നോക്കി കർത്താവ് പറയുകയാണ്, നിങ്ങൾ കുരുടന്മാരായ വഴികാട്ടികളാണ്. തീർന്നില്ല. വീണ്ടും നമുക്ക് വായിക്കാം 23-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യം, 17-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മൂടന്മാരും കുരുടന്മാരുമായുള്ളവരെ ഏത് വലിയത് സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? ദൈവത്തിന്റെ ആലയത്തെ ചൊല്ലി, മന്ദിരത്തെ ചൊല്ലി, മന്ദിരത്തിലിരിക്കുന്നതായ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നതായ ആ പ്രമാണം വിട്ടുപോകുന്നതായ ആ പ്രിയപ്പെട്ടവരെ നോക്കിയിട്ട് പറയുകയാണ്, ദേവാലയമാണോ അതോ ദൈവാലയത്തിൽ ഇരിക്കുന്നവനാണോ വലിയത്? ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുക്കാതെ ബാഹ്യമായ അവസ്ഥകൾക്കും ബാഹ്യമായ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതായ ബാഹ്യ കണ്ണുകൾ തുറന്നിരിക്കുന്നതായ ആ പരീശന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ അകക്കണ്ണുകൾ അടഞ്ഞിരിക്കുകയാ. നിങ്ങൾ ആരാണ്? കുരുടന്മാരാണ്. പ്രൈസല്ലോ. ദൈവവചനത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാതെ ആയിത്തീരുന്ന അവസ്ഥയാണ് പുതിയ നിയമത്തിലെ കുരുടിന്റെ ഒരവസ്ഥ. പ്രൈസല്ലോ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വായിക്കാം. അതേ അധ്യായത്തിൽ കർത്താവ് ആവർത്തിച്ച് വിളിച്ചിരിക്കുന്ന കാര്യമുണ്ട്. വായിക്കാം. അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 24-ാമത്തെ വാക്യം കൂടെ. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. എന്തായാലും അർത്ഥം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, പക്ഷേ വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല. അവർ വഴിവിട്ടേ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. തങ്ങളുടെ കൂട്ടത്തോട് ചേർന്ന് ചെല്ലുമ്പോൾ ഉപദേശത്തിന്റെ പ്രസംഗങ്ങൾ, പക്ഷേ ലോകത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നതിനനുസരിച്ച് അവരോട് കൂട്ടുചേർന്ന് അനാത്മീയതയ്ക്ക് കൂട്ടുചേർന്ന് ആത്മീയത ഇല്ലാത്ത അനുഭവത്തിലേക്ക് വഴുതിപ്പോകുന്നതായ നേതൃത്വ നിരയെ നോക്കിയാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ആരാണ്? കുരുടന്മാരായ വഴികാട്ടികളാണ്. നാം നേതൃത്വത്തെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ കണ്ണുകൾ തുറന്ന നമ്മുടെ പാത നേരെയാകുവാനായിട്ടിടയാകും. എന്നാൽ നേതൃത്വങ്ങളുടെ കണ്ണുകൾ ഇരുട്ടായ അനേകരുടെ പാത തെറ്റുവാൻ ഇടയാകും. നാം നേതൃത്വങ്ങളെ ആത്മീയമായി വിവേചിക്കണം. ദൈവസന്നിധിയിൽ എല്ലാവരും ഈക്വലാണ്. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതായ വിശ്വാസികളും ശുശ്രൂഷകന്മാരും ദൈവ സന്നിധാനത്തിൽ ഈക്വലാണ്. അത് മനസ്സിലാക്കണമെന്നില്ല. അത് സ്തോത്രം. ശുശ്രൂഷയിൽ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷെ പാപം ചെയ്യുവാൻ, വിശുദ്ധി വിട്ടുപോകുവാൻ, പ്രമാണം വിട്ടുപോകുവാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അങ്ങനെ ആരെങ്കിലും പോയാൽ, പ്രമാണിയായാലും കൊള്ളാം, ഹാലിൽ താഴെയുള്ളവനായാലും കൊള്ളാം, അവനെ നോക്കി വേദപുസ്തകം പുതിയ നിയമത്തിൽ വിളിച്ചു പറയുന്നത്, നീ കുരുടനാണ്, നീ എന്ത് ചെയ്യരുത്? ആലയത്തിലെ യാഗത്തോട് അടുക്കരുത്. പ്രൈസലോ. അത് കർത്താവ് വിളിച്ചു പറഞ്ഞ കാര്യമാ. അവിടെ തീർന്നില്ല. വീണ്ടും വായിക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 26-ാമത്തെ വാക്യം വീണ്ടും ഒന്നുകൂടെ വായിച്ചാട്ടെ. കിണ്ടികിണ്ണങ്ങളുടെ പുറമെടുപ്പാക്കുന്നു, അകമോ
അകം വെടിപ്പാക്കുന്നില്ല. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറമേ വെടിപ്പാക്കുന്നത് പോലെ അകവും വെടിപ്പാക്കും. പുറമേ കണ്ടാൽ മേനിയുണ്ട്, പുറമേ കണ്ടാൽ സൗന്ദര്യമുണ്ട്, പുറമേ കണ്ടാൽ പാപമുണ്ട്, പുറമേ കണ്ടാൽ ശബ്ദമുണ്ട്, പുറമേ കണ്ടാൽ ശുശ്രൂഷയുടെ ആധിക്യമുണ്ട്. പക്ഷേ അകത്തോ ദ്രവ്യാഗ്രഹത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും മാന്യതയുടെ മൂടുപടം അടിഞ്ഞുകൊണ്ട് നിൽക്കുന്നതായ അകം മലിനമായിരിക്കുന്നതായ കിണ്ടികിണ്ണങ്ങളെ പോലെ പുറമേ വിശുദ്ധി ഉണ്ട് എന്ന് തോന്നുകയും അകത്ത് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നതായ ആ പാത്രത്തിന്റെ സ്വഭാവം ആരിലുണ്ടോ അവരെ നോക്കിയിട്ട് കർത്താവ് വിളിച്ചു പറയുക, നിങ്ങൾ കുരുടന്മാരാണ്. പാത്രത്തിന്റെ പുറം എങ്ങനെ ഇരുന്നാലും അത് ആരോഗ്യത്തെ ഹാനിക്കുകയില്ല. അകം ശുദ്ധമാകാതെ പുറമെല്ലാം നല്ല വെടിപ്പാണ്. അകത്ത് കൃമി ഉണ്ടെങ്കിൽ, അകത്ത് പുഴു ഉണ്ടെങ്കിൽ, അകത്ത് ക്ലാവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്നതായ വെള്ളം എങ്ങനെയിരിക്കും? സ്തോത്രം, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? കുരുടന്മാരായ വഴികാട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം നാം ആ കുരുട്ട് ബുദ്ധിയിലേക്ക് പോകരുത്, നാം അന്ധതയിലേക്ക് പോകരുത്. ആത്മീകമായ ആരോഗ്യം ഉള്ളവരായിരിക്കാൻ ഒന്നാമത് വേണ്ടിയത് ശരിയായ കാഴ്ചപ്പാട് പ്രാപിച്ചവരായിരിക്കണം. പുതിയ നിയമത്തിൽ കാഴ്ച പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം കൂടെ പത്രോസ് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടെ അതോടെ ചേർത്ത് വായിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ അവയില്ലാത്തവനോ കുരുടനത്രേ, ഏവയില്ലാത്തവർ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതോടുള്ളതായ ബന്ധത്തിൽ ചിന്തിപ്പാനായിട്ട് കഴിയും. എന്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതെ, 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യം മുതൽ അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളി. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടൻ. അപ്പൊ പുതിയ നിയമത്തിലെ കുരുടൻ ആരാണ്? ഉത്സാഹമില്ലാത്തവരാണ് കുരുടൻ. ഉത്സാഹമുണ്ടോ? എല്ലാ ആത്മീക വിഷയങ്ങൾക്ക് ഉത്സാഹമുണ്ടോ? ആത്മീയ വിഷയത്തിന്റെ ഉത്സാഹമില്ലെങ്കിൽ കുരുടനത്രേ. കുരുടന്മാരെ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. കുരുടന്മാർക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റത്തില്ല. അവർക്ക് എപ്പോഴും ഒരു താങ്ങ് കൂടിയേ കഴിയത്തുള്ളൂ. ഒന്നുകിൽ ഒരു വടി വേണം, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകണം. ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ താങ്ങ് വേണം. സ്തോത്രം വരുന്നില്ല. അത് മനസ്സിലാക്കിയാണ് ഞാൻ എന്താ പറയാൻ വരുന്നുള്ള കാര്യം. സ്തോത്രം നിർബന്ധിച്ചാലേ സ്വന്തമായിട്ട് അവർക്ക് നടക്കാൻ കഴിയത്തില്ല. സ്വന്തമായിട്ട് തീരുമാനം ഒരു പാതയിൽ പോകുവാനായിട്ട് കഴിയത്തില്ല. ഒരു ബാഹ്യമായ ഒരു സപ്പോർട്ട് കൂടിയേ കഴിയത്തുള്ളൂ. ആത്മീയ വിഷയങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഇപ്പോഴും വേണമോ? സ്തോത്രം. ആത്മീയ വിഷയങ്ങൾക്ക് പുറമേ നിന്നുള്ള ഒരു പുഷിങ് ഇപ്പോഴും വേണമോ? ഒരു വഴികാട്ടി ഇപ്പോഴും വേണമോ? എന്നാൽ നാം ആരോഗ്യത്തിൽ ബലഹീനരാണ്. നാം നമ്മുടേതായ ആത്മീക വിഷയത്തിൽ സ്വന്തമായി കാഴ്ചപ്പാടുള്ളവരായിരിക്കും. വചനത്തിനനുസൃതമായി സ്വന്തമായ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. ഇന്ന് രാത്രിയിൽ അവയില്ലാത്തവരോ കുരുടനത്രേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹം കാണിക്കേണ്ടതായ സകല ഇടങ്ങളിൽ നാം ഉത്സാഹം കാണിക്കണം. 1-ാമത്തെ രോഗലക്ഷണം കുരുടാണ്. കുരുടന്റെ അന്ധത മാറിയാൽ എന്താ സംഭവിക്കാൻ നമുക്കറിയാം. അന്ധത മാറിയതായ കുരുടന്മാരെ നമുക്ക് ഒത്തിരി കാണുവാനായിട്ട് കഴിയും. ഒരിക്കൽ കർമ്മേൽ പർവ്വതത്തിൽ എലീശയുടെ ബാല്യക്കാരന്റെ കണ്ണു തുറന്നപ്പോൾ എന്താ കണ്ടത്? ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം കാണുകയാണ്. ഈ കാഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഇറങ്ങിയിരിക്കുന്ന ദൈവദൂതന്മാരുടെ പരിരക്ഷ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഈ ബാല്യക്കാരനെ പോലെ നിലവിളിക്കാൻ എന്താ കാരണം? ബാല്യക്കാരൻ ആദ്യം നിലവിളിച്ചു, യജമാനെ നമ്മൾ നശിച്ചു പോകുകയാണ്, നീ ഒന്ന് നോക്കിക്കേ, ഈ പർവ്വതം മുഴുവനും വരാൻ രാജാവ് വളഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ചപ്പോൾ ആ നിലവിളിയുടെ മുമ്പിൽ എലീശ മറ്റൊന്നും ചെയ്തില്ല. അവൻ കണ്ണു തുറക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചു. അവൻ കണ്ണു തുറന്നപ്പോൾ ദൈവത്തിന്റെ സംരക്ഷണ കണ്ട് സന്തോഷിപ്പാൻ ഇടയായിട്ട് തീരുകയാണ്. കണ്ണ് തുറന്നാൽ നിശ്ചയമായും ദൈവത്തിന്റെ സംരക്ഷണ കാണുവാനിടയാണ്. 119 സംഗീതം വായിക്കുമ്പോൾ, ദൈവമേ നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. അവൻ ന്യായപ്രമാണത്തിൽ എന്തോ ഉണ്ട്? അത്ഭുതങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്ത അത്ഭുതമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ അത്ഭുതങ്ങൾ എവിടെ ഉണ്ട്? ന്യായപ്രമാണത്തിലുണ്ട്. സ്തോത്രം. അത് കാണണമെങ്കിൽ നമ്മുടെ
കണ്ണുകളൊന്ന് തുറക്കണം. കണ്ണുകൾ തുറക്കുന്നവരായിരിക്കാൻ ഇടയാകട്ടെ. അന്ധതയെ കുറിച്ച് പഠിച്ചാൽ ഒത്തിരിയുണ്ട്. 3 തരത്തിലുള്ള അന്ധത നമുക്ക് കാണുവാനായിട്ട് കഴിയും. പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും അന്ധത മാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയും. അവന്റെ അടുക്കലേക്ക് ചെന്നതായ എല്ലാ കുരുടന്മാർക്കും കർത്താവ് കാഴ്ച കൊടുത്തു. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ആത്മീയ അന്ധത കർത്താവായ ദൈവം മാറ്റുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ രോഗത്തിലേക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞല്ലോ 12 വിധ രോഗങ്ങളുണ്ട് ദൈവ സന്നിധിയോട് അടുക്കാതെ വണ്ണം നമ്മെ അകറ്റി നിർത്തുന്നതായ വിഷയങ്ങൾ. രണ്ടാമത്തത് മുടന്തനാണ്. ദൈവത്തിന് സ്തോത്രം. മുടന്തുള്ളതായ അനേക പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുടന്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. മുടന്ത് എങ്ങനെയാ വരുന്നത്? മുടന്ത് വരാൻ കാരണം ഒന്നുകിൽ ഒരു കാലിന് പറ്റുന്നതായ വലിപ്പത്തിന്റെ കുറവാണ്. ഒരു കാല് ചെറുതും മറ്റൊരു കാല് വലുതുമായി കഴിഞ്ഞാൽ സംഭവിക്കും മുടന്ത് വരാം. പിന്നെ മുടന്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം. മുടന്ത് വരാൻ മറ്റൊരു കാരണം കാലിനേൽക്കുന്നതായ പരിക്കുകൊണ്ട് മുടന്ത് വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഏതായാലും മുടന്തെന്ന് പറഞ്ഞാൽ പല ദോഷങ്ങൾ ഉളവാക്കുന്നതാണ്. മുടന്തന്മാർക്കെ സംബന്ധിച്ച് ഒരു ഊന്നുവടിയില്ലാതെ അവർക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? 4 കാലുകൾ അവയ്ക്കുണ്ടെങ്കിലും ഈ 4 കാലുകളിൽ ഏതെങ്കിലും ഒന്നിന് ഉടവ് സംഭവിച്ചാൽ അതിന്റെ മുന്നിട്ടുള്ളതായ പോക്കങ്ങളിയായിരിക്കും. അതിന് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. കാല് 4 ഉണ്ട്. ഒരു കാലിനെ മുടന്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 3 കാലും ആരോഗ്യമുള്ളതാണെങ്കിലും ഒരു കാലിന് മുടന്താണെങ്കിൽ അതിന് വേഗത്തിൽ സഞ്ചരിക്കുവാനായിട്ട് കഴിയത്തില്ല. 4 കാലും ഒരുപോലെ ബലമുള്ളതെങ്കിൽ മാത്രമേ അതിന് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. മുടന്തുള്ളതിനെ ശത്രുവിനെ പിടിക്കുവാൻ വളരെ എളുപ്പമാണ്, ഇല്ലേ? അങ്ങനെയെങ്കിൽ ശത്രുവിന്റെ പിടിയിൽ അകപ്പെടുമ്പോൾ നാം ശ്രദ്ധിക്കണം. നാം വിചാരിക്കാത്തതായ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുമ്പോൾ നാം ശ്രദ്ധിക്കണം. ഓടിപ്പോകുവാനുള്ളതായ സാഹചര്യം ഉണ്ടായിട്ടും ആത്മാവിൽ ഓടിപ്പോകുവാൻ കഴിയാതെ ശത്രുവിനെ പിടിക്കുവാൻ കാരണം എവിടെയോ കാലിന് മുടന്തു വന്നത് കൊണ്ടാണ്. പ്രാപിക്കുവാനൊക്കാത്തതായ നന്മ പ്രാപിപ്പാൻ കഴിയാതെ ഞാൻ ആദ്യ വിഷയത്തിലേക്ക് മാത്രം കടന്നു വരികയാണ്. നമ്മെ തന്നെ ഒരു നിശോധന ചെയ്യാം. ഹല്ലേലൂയ. പ്രാപിപ്പാനിരിക്കുന്നതായ നന്മകൾ പ്രാപിപ്പാൻ കഴിയാതെ, സന്തോഷം പ്രാപിപ്പാൻ കഴിയാതെ, വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ, വിടുതൽ മുന്നിലുണ്ടോ എന്ന് അറിഞ്ഞിട്ടും അതിനെ എത്തിപ്പിടിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ശത്രുവിന്റെ പീഡകൾ കിടന്ന് ഞെരുങ്ങുവാൻ കാരണം മുന്നോട്ട് പോയി ഒരുക്കി വച്ചിരിക്കുന്നതായ നന്മകളെ പിടിച്ചെടുക്കുവാൻ കഴിയാത്ത വിധം കാലുകൾക്ക് സംഭവിച്ചിരിക്കുന്നതായ മുടന്താണ് എന്ന് ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. അതുകൊണ്ട് മുടന്ത് മാറ്റുവാൻ കഴിവുള്ളതായ കർത്താവിന്റെ അടുക്കലേക്ക് നാം കടന്നു വരണം. മുടന്നുള്ളതിനെ ശ്രദ്ധിച്ചാൽ അറിയാം, അത് എത്തേണ്ടിടത്ത് എത്തുവാൻ സമയമെടുക്കും. സമയത്തിന് എന്ത് ചെയ്യത്തില്ല, അത് എത്താനായിട്ട് പറ്റും. സ്തോത്രം വരുന്നില്ല. സമയത്ത് വരാത്തതിനെ ശ്രദ്ധിച്ചാൽ അറിയാം എവിടെയോ മുടന്തുണ്ട് എന്ന്. സഭായോഗം 7:45 8:15 വരത്തുള്ളൂ എങ്കിൽ ശ്രദ്ധിച്ചോണം, എവിടെയോ മുടന്ത് പറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. 8:15 8:30 വന്നെങ്കിൽ ഇതായിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ മുടന്ത് നമ്മുടെ മേൽ കാണാൻ പാടില്ല. എന്തിനാ വല്ലതും പറയുന്നത്? ആരെയും കുത്താനല്ല. നമ്മുടെ ആത്മീക രോഗം നമ്മുടെ തന്നെ പൾസ് നോക്കാൻ വേണ്ടിയാണ്. നമ്മുടെ തന്നെ പൾസ് നോക്കിയാൽ നമുക്ക് തന്നെ രോഗനിർണയം ചെയ്യാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, മുടന്തുള്ളത് വളരെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. മുടന്ത് വരുവാൻ പാടില്ല. മുടന്തൻ എവിടെ വരാൻ പാടില്ല? ദൈവത്തിന് ഭോജനം അർപ്പിക്കുവാൻ പ്രമാണമില്ല. സ്തോത്രം. ആത്മീയമായ മുടന്ത് വരാതിരിക്കുവാനായിട്ട് സൂക്ഷിക്കണം. ഞാൻ അവിടെ ആ കാര്യത്തെ കുറിച്ച് പറയുന്നതായ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് താല്പര്യമുണ്ട്. പൗലോസ് തന്റെ എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നതായ ഒരു ഉദ്ധരണി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. വായിക്കാം. എബ്രായ ലേഖനം 12:13. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് സ്തോത്രം. അത് മുന്നറിയിപ്പാണ് കേട്ടോ. മുടന്ത് വരാതിരിക്കുവാനുള്ളതായ മുന്നറിയിപ്പാണ്. എന്തുകൊണ്ടാണ് കാലുടക്കി പോകാനായിട്ട് കാരണം? ശരിയായ പാത കിടക്കുമ്പോൾ തന്നെ ശരിയായ പാതയിൽ കൂടി പോകാതെ പാത വിട്ട് അതിര് വിട്ട് പോകുന്നത് കൊണ്ട് കല്ലും മുള്ളും നിറഞ്ഞതായ ഇടങ്ങളിലേക്ക് പോകുമ്പോഴാണ്
കാലിനുളുക്ക് വരുന്നത്. ദൈവവചനത്തിന്റെ പ്രമാണം വിട്ട്, ദൈവവചനത്തിന്റെ ഉപദേശം വിട്ട്, ദൈവത്തിന്റെ ആലോചന വിട്ട്, ദൈവത്തിന്റെ ഹിതം വിട്ട് നാം നമ്മുടെ ഇഷ്ടത്തിലേക്ക് തിരിയുമ്പോൾ മുടന്തു വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുടന്തു വരുവാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. പ്രൈസല്ലോ, നാം പാടിയല്ലോ, എന്റെ ഹിതമല്ല കർത്താവേ, അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറ്റണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ വിജയമാണ്. ദൈവത്തിന് സ്തോത്രം. ചിലരുടെ കാലിലല്ല മുടന്ത്, ചിലര് പറയുന്ന ന്യായത്തിലാണ് മുടന്ത്. അതിനാണ് മുടന്തൻ ന്യായം എന്ന് പറയുന്നത്. സ്തോത്രം. ഇപ്പൊ ന്യായത്തിലും മുടന്ത് വരാം. മുടന്തൻ ന്യായം, നമ്മൾ എന്തെല്ലാം മുടന്തൻ ന്യായം എന്ന് പറയുന്നത് അറിയാം. ഒത്തിരി മുടന്തൻ ന്യായം എന്നുള്ള പറയുന്നത്. സ്തോത്രം. ആത്മീയ വിഷയത്തുള്ള ബന്ധത്തിലാണ് നമ്മൾ മുടന്തൻ ന്യായം ഒത്തിരി പറയാറ്. ഭൗതിക വിഷയത്തിൽ നമുക്ക് മുടന്തൻ ന്യായം പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനം പോയി, ജോലി പോയി, വരുമാനം പോയി. അതുകൊണ്ട് മുടന്തൻ ന്യായം മാക്സിമം നമ്മൾ ഭൗതിക വിഷയത്തിൽ മാറ്റി നിർത്തും. നമുക്ക് പറയാൻ കഴിയുന്നതൊക്കെ ആത്മീയ വിഷയത്തിലേക്ക്. സ്വത്രം വരുന്നില്ല. രോഗമാണ് കേട്ടോ. രോഗ ചികിത്സിക്കുമ്പോ ചിരിയൊന്നും വരത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വേദന വരും, അയ്യോ എന്നൊക്കെ ചിലർ വിളിക്കും. ചിലപ്പോൾ ഞരക്കമൊക്കെ വരും, ഉള്ളത്തിലെ ഞരക്കമൊക്കെ ചിലപ്പോൾ വരും. പ്രൈസ് കാര്യമാക്കണ്ട. ആ ഞരക്കം പുറത്തു വന്നെങ്കിലേ രോഗത്തിന് ഭേദം ഉണ്ടാകത്തുള്ളൂ. പ്രൈസല്ലോ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു മുടന്തൻ ന്യായവും ദൈവത്തിന് സ്വീകാര്യമല്ല. കാരണം അവൻ നമ്മെ ഉള്ളതുപോലെ അറിയും. നമ്മുടെ കഴിവറിയാം, നമ്മുടെ കഴിവുകൾ അറിയാം, നമ്മുടെ സാഹചര്യം അറിയാം, നമ്മുടെ പ്രതികൂലം അറിയാം, നമ്മുടെ അനുകൂലം അറിയാം, നമുക്കുള്ള സാഖ്യലതും അറിയാം. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരു മുടന്തൻ ന്യായവും പറയുവാനിടയാകാതെ ഇന്ന് രാത്രിയിൽ ദൈവപാദപീഠത്തിലേക്ക് നമുക്ക് ഒന്നും കൂടെ അടുത്ത് വരാൻ. കർത്താവേ, നിന്റെ സന്നിധാനത്തിൽ നീതിയോടെ നിൽക്കുവാൻ, നേരോടെ നിൽക്കുവാൻ, ആരോഗ്യത്തോടെ നിൽക്കുവാൻ എന്നെ സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ രോഗം, അടുത്തു വരുവാൻ തടസ്സമായി നിൽക്കുന്ന രണ്ടാമത്തെ രോഗം മുടന്താണ്. ഈ മുടന്ത് നമ്മൾ മാറ്റിക്കളഞ്ഞേ മതിയാകും. ഇനി മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഒന്ന് വരാം. മൂന്നാമത്തെ വിഷയം എന്താണ്? പതിമൂക്ക്. ഇതിനെക്കുറിച്ച് വലിയ അറിവ് നമുക്കുണ്ടായിരിക്കത്തില്ല. പതിമൂക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് നോസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് നോസ്. നമുക്കറിയാം, മുഖത്ത് ഈ മൂക്ക് വെച്ചേക്കുന്നത് കൃത്യമായ നടുക്കാണ് കർത്താവ് ഈ മൂക്ക് വെച്ചിരിക്കുന്നത്, ഇല്ലേ? മൂക്കിന് 2 ദ്വാരങ്ങളുണ്ട്. ഈ 2 ദ്വാരങ്ങളിൽ കൂടിയാണ് ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത്. എന്തിനാ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത്? നമ്മുടെ പ്രാണൻ തന്ന് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ 2 ദ്വാരങ്ങൾ ഇട്ടിരിക്കുന്നത്. പ്രൈസല്ലോ. ഇത് മുഖത്തിന്റെ നടുക്ക് തന്നെ വെക്കാൻ കാരണം, ഒരു വശത്താണ് മൂക്കായിരുന്നതെങ്കിൽ ശ്വാസം കിട്ടാൻ വേണ്ടി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഒരു വശത്തേക്ക് തിരിയണമായി. നേരെ നടക്കാൻ പറ്റത്തില്ല. അപ്പൊ നേരെ നടക്കേണ്ടതിന് വേണ്ടിയാണ് മുഖത്തിന്റെ ആ 2 കണ്ണുകളുടെയും ഒത്ത മധ്യത്തായിട്ട് ഈ മൂക്ക് വരാനായിട്ട് കാരണം. അപ്പോ ഈ മൂക്ക് ഒന്ന് പ്രാണവായു എടുക്കേണ്ടതിന് വേണ്ടിയാണ്. മൂക്ക് കൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ വിഷയം പതിമൂക്കാണ്. ഈ മൂക്ക് പ്രാണവായു എടുക്കുന്നത് പോലെ തന്നെ ഈ വായു ഉള്ളിലേക്ക് വലിക്കുമ്പോ ചിലയിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് മൂക്ക് പൊത്താനായിട്ടിടയാകും. ദുർഗന്ധം വമിക്കുമ്പോഴാണ് മൂക്ക് പൊത്തുന്നത്. ആ ദുർഗന്ധം വരുന്നത് കണ്ടു കഴിഞ്ഞ എന്ത് ചെയ്യും? നമ്മൾ ആ സ്ഥലത്തു നിന്ന് മാറിപ്പോകും. ദുർഗന്ധമുള്ളതായ സ്ഥലത്തോട് പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. ദുർഗന്ധമുള്ളത് കണ്ടല്ല മനസ്സിലാക്കുന്നത്, ദുർഗന്ധം പറഞ്ഞല്ല മനസ്സിലാക്കുന്നത്, ദുർഗന്ധം കേട്ടല്ലേ അറിയുന്നത്, ദുർഗന്ധം വായിച്ചല്ലേ അറിയുന്നത്, ദുർഗന്ധം മണത്താണ് അറിയുന്നത്. ഈ മണത്തറിയുമ്പോൾ അതിലേക്ക്, ആ കേന്ദ്രബിന്ദുവിലേക്ക്, ദുർഗന്ധം വമിക്കുന്നതായ അനുഭവത്തിലേക്ക് പോകാതെ അവിടെ നിന്ന് നമ്മുടെ ഡയറക്ഷൻ മാറ്റിക്കളയുവാൻ സഹായിക്കുന്നത് മൂക്കാണ്. മൂക്ക് കൊണ്ട് ശരിക്ക് മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നാൽ പലപ്പോഴും മലിനതയുടെ നടുക്കുകൂടെ നമുക്ക് നടന്നു പോകേണ്ട ഗതികേടുണ്ടാകും. ഇന്ന് രാത്രിയിൽ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ദുർഗന്ധത്തിൽ നിന്ന് പാപത്തിൽ വീഴാതെ ഹല്ലേലൂയ സൂക്ഷിക്കുന്ന ദൈവ പൈതലിനായി, സൂക്ഷിക്കുന്നതായ ദൈവത്തിന്റെ ഓർക്കാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ മൂക്ക്. രണ്ടാമത്, ദുർഗന്ധം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ കാര്യം. മൂന്നാമത്തത്, പ്രൈസലോ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന്
വന്നു കഴിഞ്ഞാൽ അത് രുചിച്ചു നോക്കുന്നതിന് മുമ്പ് ചിലത് നമ്മൾ പറയും നല്ല ഭക്ഷണമായിരിക്കും, ചിലത് പറയും ഇത് ഞാൻ കഴിക്കത്തില്ല. രുചിച്ചു നോക്കുന്നതിന് മുമ്പ് പറയാനായിട്ട് ഇടയായി തീർന്ന എന്തുകൊണ്ടാണ്? ആ കടന്നു വരുന്ന ഭക്ഷണത്തിൽ നിന്ന് കടന്നു വരുന്നതായ ആ സ്മെല്ലാണ്, ആ മണമാ. ദൈവത്തിന് സ്തോത്രം. ആകരുതാത്തത് കഴിക്കാതിരിക്കേണ്ടതിനും ആകുന്നതായ രുചികരമായ ആഹാരം കഴിക്കുന്നതിനും ഒരു പരിധിവരെ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ മൂക്കാണ്. ആത്മീയ ആഹാരം നല്ലത് എന്ന് മനസ്സിലാക്കി ആത്മീയ ആഹാരം കഴിക്കേണ്ടത് രുചികരമായി തന്നെ അത് കഴിക്കേണ്ടതിന് നമ്മുടെ ആത്മീയ നാസാരന്ധ്രങ്ങൾ നേരോടെ നിന്നേ പറ്റത്തുള്ളൂ. അത് പതിഞ്ഞു പോകുവാൻ പാടില്ല. പ്രൈസ്. ഞാൻ 3 കാര്യം പറഞ്ഞു. 4ാമത് മറ്റൊരു കാര്യം, നമ്മുടെ മൂക്ക്, ഒരു മൂക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് സംസാരിച്ചു നോക്കിക്കേ, നമ്മുടെ സംസാരം ഒത്തിരി മാറ്റപ്പെടും. സൗണ്ട് ക്ലിയർ കിട്ടത്തില്ല. മൂക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിന് ക്ലിയറൻസ് കിട്ടത്തില്ല. അപ്പോ നമ്മുടെ ഭാഷണത്തിന്, നമ്മുടെ ശബ്ദത്തിന് സൗമാര്യം നൽകുന്നത്, മനോഹാരം നൽകുന്നത്, ഇമ്പം നൽകുന്നത് ഏതാണ്? ഈ മൂക്കാണ്. മൂക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാറ്റായി കഴിഞ്ഞാൽ, പതിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മൂക്ക് പതിച്ചു വെച്ചുകൊണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? പ്രൈസലോ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്താ തോന്നും? ഇപ്പോ ഭാഷത്രയും മേലെ ഇരുന്നാൽ മതി എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തന്നെ. അതിന്റെ കൂടെ മൂക്കും കൂടെ പതുക്കി സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പോയെന്ന് വരുന്നു. അതുകൊണ്ട് മൂക്കെന്ന് പറയുന്നത് നമ്മുടെ ആത്മീക സ്വരങ്ങളെ നന്നാക്കുവാൻ കഴിയുന്നതാണ്. തീർന്നില്ല കേട്ടോ. ഈ മൂക്കിനൊരു പ്രത്യേകതയുണ്ട്. മൂക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറപ്പെടുവിക്കുവാൻ ഉള്ളതായ ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നതാണ് ഈ മൂക്ക്. ENT എന്ന് പറയുമ്പോ ഇയർ, നോസ്, ത്രോട്ട്. പ്രൈസല്ലോ. ഇത് 3ഉം കൂടെ കണക്റ്റഡ് ആണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറപ്പെടുവിക്കുന്നത് ഈ മൂക്കിനോട് ചേർന്നിരിക്കുന്നതായ ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥിക്ക് ഒരു പേരുണ്ട്. ആ പേരുകൾ ഞാൻ പറയാം. അതിന് പറയുന്നത് ലാക്രിമൽ ഡക്ട് എന്നാണ്. ലാക്രിമൽ ഡക്ട്. ആ ഡക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് മൂക്കാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതിരുന്നാൽ അത് സംഭവിക്കും. കണ്ണിന്റെ നനവ് പോകും, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും, ഒത്തിരി കാര്യം. അപ്പം ആ അന്ധതയും മൂക്കും തമ്മിൽ ബന്ധമുണ്ട് കേട്ടോ. ദൈവസന്നിധാനത്തിൽ കണ്ണുനീരൊഴുക്കുക എന്നുള്ളതാണ് മൂക്കിന്റെ ധർമ്മം. ആത്മീക മൂക്കിന്റെ ധർമ്മം ദൈവസന്നിധാനത്തിൽ കണ്ണുനീരൊഴുക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ 3 കാര്യം പറഞ്ഞ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുണ്ട്. ദൈവം സഹായിച്ചാൽ പിന്നെ ഒരു ദിവസം നമുക്ക് പഠിക്കാം. ദൈവത്തിന് സ്തോത്രം. 12 കാര്യത്തിൽ 3 കാര്യമേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആഴമായ കാര്യങ്ങളാണ്. പ്രൈസല്ലോ. മൂക്ക് പതിമൂക്കാകാൻ പാടില്ല. മൂക്ക് പതിഞ്ഞു പോകാൻ പാടില്ല. മൂക്ക് പതിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, നമ്മുടെ പ്രാണൻ അപകടത്തിലാകും, ശ്വാസം കിട്ടാൻ തടസ്സമുണ്ടാകും. 2, നമുക്ക് പാപത്തിലേക്ക്, ദുർഗന്ധങ്ങളിലേക്ക് അറിയാതെ നമ്മൾ വഴുതി വീണുപോകും. പാപത്തിന്റെ അനുഭവങ്ങളിലേക്ക് വഴുതി വീണുപോകും. അത് വരാതിരിക്കേണ്ടതിന് നമ്മുടെ ആത്മീക നാസ്വാരന്ധ്രങ്ങൾ എപ്പോഴും തുറന്നിരിക്കണം. അത് പതിമൂക്കാകാൻ പാടില്ല. 3, മൂക്ക് രുചികരമായ ഭക്ഷണത്തെ ആഹരിക്കുവാൻ അത് സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. ആത്മീകമായ ഭക്ഷണം അത് വേർതിരിച്ചറിയുവാൻ അത് കഴിയാതെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മൂക്കിന് എന്തോ കുഴപ്പമുണ്ട്. മൂക്കെന്ന് പറയുന്നത് നമ്മെ ജീവന്റെ അനുഭവത്തിൽ നമ്മെ നിലനിർത്തുന്നതാണ്. മാത്രമല്ല, കർത്താവിന്റെ സന്നിധാനത്തിൽ അനുതാപ കണ്ണുനീർ ഒഴുക്കുവാൻ ഹല്ലേലൂയ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ മൂക്കാണ്. അങ്ങനെയെങ്കിൽ ആത്മീക വിഷയങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവ മുമ്പാകെ കണ്ണുനീരോടുകൂടെയുള്ളതായ സമർപ്പണമില്ലാത്തതായ ഒരു ദിവസം നമുക്കുണ്ടായാൽ ആ ദിവസം നമ്മുടെ മൂക്ക് പതിമൂക്കായി തീർന്നിരിക്കുകയാണ്. വെറുതെ പറഞ്ഞു വിടുന്നു എന്ന് വിചാരിക്കരുത്. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ആരോഗ്യത്തിന് നമ്മുടെ ആത്മീയ അവയവങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്ത് പാടില്ല? കുള്ളരാകാൻ പാടില്ല. ഹല്ലേലൂയ. മുടന്തു വരുവാൻ പാടില്ല. 3ാമത്, നമ്മൾ പതിമൂക്കന്മാരായിരിക്കുവാൻ സാധ്യമല്ല. പ്രൈസല്ലോ. ആത്മീകമായ ശബ്ദം ഇമ്പസ്വരമായി മറ്റുള്ളവർ കേൾക്കുവാൻ താല്പര്യപൂർവ്വം പുറപ്പെടുവിക്കുവാൻ കഴിയാതിരുന്നാൽ നമ്മുടെ ആത്മീക മൂക്ക് പതിഞ്ഞിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് സുവിശേഷം പറയുവാൻ മാത്രം കഴിയാതിരുന്നാൽ, അതേ കേൾക്കത്തക്ക രീതിയിലുള്ള സുവിശേഷം പറയുവാൻ, ദൈവവചനം പറയുവാൻ നമുക്ക് കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക മൂക്കുകളുടെ ആകൃതിക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഒന്ന് വർദ്ധിക്കേണ്ടതിന്, ആ മുഖത്തിന്റെ സൗന്ദര്യം ഒന്ന് വർദ്ധിക്കേണ്ടതിന് ഈ മൂക്ക് യഥാസ്ഥാനത്ത് യഥാ വലിപ്പത്തിലായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. മൂക്കിന്റെ ആകൃതി നഷ്ടപ്പെടുകയോ മൂക്കിന്റെ പാലം തെറ്റുകയോ മൂക്കിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരികയോ ചെയ്തു
ചെയ്തു കഴിഞ്ഞാൽ അവന്റെ സൗന്ദര്യത്തെ അത് സാരമായി ബാധിക്കും. ആത്മീക സൗന്ദര്യത്തെ സാരമായി ബാധിക്കുവാൻ ഇടയുള്ളതാണ് നമ്മുടെ ആത്മീക മൂക്കുകൾ. അതിന്റെ ധർമ്മം നിവർത്തിക്കേണ്ടതുപോലെ നിവർത്തിപ്പാൻ ഇന്ന് രാത്രി കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 12 കാര്യങ്ങളും നാം മനസ്സിലാക്കേണ്ടതാണ്. ഓരോന്നായി മനസ്സിലാക്കിയാൽ നിശ്ചയമായും അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ ബലം നൽകുന്നതാണ്. നമ്മുടെ സ്പിരിച്വൽ ബോഡി ആരോഗ്യകരമായി നിൽക്കുവാൻ കഴിയും. ആരോഗ്യകരമായ ബോഡി ദീർഘദൂരം ഓടുവാൻ, തളർന്നു പോകാൻ, നടക്കുവാൻ അത് നമ്മെ പ്രാപ്തമാക്കും. ആകയാൽ സാധാരണയുള്ളതായ പ്രതികൂലങ്ങളൊന്നും ആത്മീക ശരീരത്തെ ബാധിക്കുകയില്ല എന്നറിഞ്ഞ് നമ്മുടെ ആത്മീക ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിപ്പാൻ ഇന്ന് രാത്രി നമ്മളെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ എല്ലാ കണ്ണുകളും അടഞ്ഞ് എല്ലാ ഹൃദയവും ഒന്ന് താഴ്ത്തിയാണ്. അംഗഹീനനാകുവാൻ കർത്താവേ അങ്ങ് ഇടയാക്കരുത്. എന്റെ കണ്ണുകൾക്ക് പ്രകാശം നൽകണം, കാഴ്ച നൽകണം. എന്റെ കാലുകൾക്ക് ഒരിക്കലും മുടന്ത് വരുവാൻ പാടില്ല. മുടന്ത് മാറിയാൽ പിന്നെന്താ സംഭവിക്കാൻ നമുക്കറിയാം. സുന്ദരമെന്ന ഗോപുരത്തിന്റെ ദേവാലയത്തിന്റെ ആ വാതിൽക്കലിരുന്നതായ മനുഷ്യൻ പിറവിയിൽ അവൻ മുടന്തനായിരുന്നു. അവന്റെ മുടന്ത് മാറിയപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് ഓടിയത് അവന്റെ വീട്ടിലേക്കല്ല, അവന്റെ ബന്ധക്കാരുടെ അടുക്കലേക്കല്ല, ലോകത്തിന്റെ മധ്യത്തിലേക്കല്ല. പിന്നെയോ അവൻ ഓടിയത് ആലയത്തിലേക്ക്. അവൻ ഓടിച്ചെന്ന് അവിടെ നിന്ന് ദൈവത്തെ അവൻ സന്തോഷത്തോടെ ആരാധിക്കുകയാണ്. ഇന്ന് രാത്രി ലോക ഇമ്പങ്ങളെ മറന്ന്, ലോകത്തിന്റെ താഴ്ചകളെ മറന്ന്, ലോകത്തിന്റെ അനുഭവങ്ങളെ മറന്ന് ആലയത്തിലെ ആരാധനയിൽ സന്തോഷം കണ്ടെത്തുവാൻ ഇടയാകുന്നതാണ് ഒരു മുടന്ത് മാറിയ ലക്ഷണം. ഇന്ന് രാത്രിയിൽ ആ മുടന്ത് മാറിയ അനുഭവത്തിലേക്ക് ദൈവജനം കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രബോധിപ്പിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാര്യങ്ങളൊക്കെ സമാപിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ ആലയത്തിലേക്ക് കടന്നു വരാമെന്നല്ല ആ മുടന്തൻ വിചാരിച്ചത്. ആദ്യം അവൻ ചെയ്തത് ആലയത്തിലേക്ക് ഓടിച്ചെന്നും ചാടിയും തുള്ളിയും കൊണ്ട് തനിക്ക് സംഭവിച്ചതായ കാര്യം അവൻ ആലയത്തിലുള്ളവരെ അറിയിക്കുകയാണ്. ആരാധനയിൽ സന്തോഷം കണ്ടെത്തുവാൻ, ദൈവസന്നിധിയിലെ പ്രമോദം കണ്ടെത്തുവാൻ, ദൈവസന്നിധിയിലെ ആ വലിയ വിടുതൽ കണ്ടെത്തുവാൻ ഇടയായി തീർന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെ മുടന്ത് മാറിയിരിക്കുകയാണ്. മുടന്ത് മാറിയവരായി ആരോഗ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. അതുപോലെ എല്ലാവരും ദർശിക്കുന്നതായ മൂക്ക്, അത് ചെറുതെങ്കിലും അതിന്റെ ഉപയോഗം വളരെ വലുതാണ്. ആ ആത്മീക മൂക്ക് പ്രവേശനോ അതിന്റേതായ ധർമ്മം നിയന്ത്രിക്കുവാൻ ഇടയാകട്ടെ. ആ വിഷയത്തിൽ എവിടെങ്കിലും കുറവ് വന്നാൽ മനസ്സിലാക്കണം, നമ്മുടെ ആത്മീക മൂക്കുകൾക്ക് എവിടെയോ കേടുണ്ട്. അത് കർത്താവ് മാറ്റുവാൻ അവന്റെ പാദപീഠത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ മരുന്ന് കൊണ്ട് മാറാം, ചിലപ്പോൾ നിസ്സാരമായ ട്രീറ്റ്മെന്റ് കൊണ്ട് അത് മാറാം. ചികിത്സ നിശ്ചയിക്കേണ്ടത് വൈദ്യനാണ്. പ്രിയ വൈദ്യനായ കർത്താവ് ചികിത്സ നിശ്ചയിക്കും. ആ ചികിത്സയ്ക്ക് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ആത്മീക സൗന്ദര്യം അവിടെ വർദ്ധിപ്പാൻ ഇടയാകും. ആത്മീക സൗന്ദര്യമുള്ളവരായി ആരോഗ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാ ദൈവാത്മാ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.